കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. നമ്മൾ പ്രധാനമായിട്ട് സംസാരിച്ച വിഷയം നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണോ. അനേക കാലങ്ങളായിട്ട് പലപ്പോഴും ഞാനും വിശ്വസിച്ചിരുന്നത് ദൈവം നമ്മളെ അതിൽ കൂടെയൊക്കെ കടത്തിവിട്ട് നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ വചനം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ദൈവത്തിന് അതിൽ കൂടെ കടത്തിവിട്ടെന്ന് നമ്മളെ നന്നാക്കിയെടുക്കേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത് അവൻ്റെ നന്മ നമ്മളെ, ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്, അവൻ്റെ നന്മ നമ്മളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയുന്നില്ലയോ എന്ന് തിരുവചനം പറയുന്നുണ്ട്. ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നതിൻ്റെ കാരണം ദൈവമല്ല, പ്രതിസന്ധികൾ വരുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച കാലം നമ്മൾ ചിന്തിച്ചത്. ഞാനോടുള്ള ബന്ധത്തിൽ തന്നെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് സംസാരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് അവിടെ സകലതും ദൈവം മനുഷ്യന് കൊടുത്തത് ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല, അല്ലാതെ തന്നെ സകലതും നല്ലതെന്ന് കണ്ട് മനുഷ്യനായിട്ട് സൃഷ്ടിച്ചു. പക്ഷേ എപ്പോൾ തൊട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്? മനുഷ്യൻ്റെ വീഴ്ച തൊട്ടാണ്, അല്ലെങ്കിൽ ആദാമിൻ്റെ വീഴ്ച തൊട്ടാണ് വിഷയങ്ങളും പ്രശ്നങ്ങളും തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ബൈബിൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഉടനീളം മനസ്സിലാകും, ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ട ജനം തൊട്ട് ഡെയിലി വീഴ്ചകളിൽ വീണുകൊണ്ടിരിക്കുവാണ് ഓരോന്നൊക്കെ. അത് ദൈവം അവരെ കൊണ്ട് ആ വീഴ്ചയ്ക്കകത്തിട്ടാണോ? വീഴ്ചയ്ക്കകത്ത് പോകാതിരിക്കാൻ വേണ്ടി എത്രയെത്ര ഉപദേശങ്ങൾ കൊടുക്കാമോ, എന്തെല്ലാം വചനങ്ങൾ കൊടുക്കാമോ അതെല്ലാം കൊടുത്ത് നല്ല ചൊവ്വയുള്ള പാതയിൽ നടത്തുവാൻ ദൈവം ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ ഓരോരുത്തരും അവരവരുടെ സ്വന്തം മോഹങ്ങളാൽ വഞ്ചിക്കപ്പെട്ടിട്ടാണ് ഓരോ കുഴിക്കകത്തും ചതിക്കുഴിക്കകത്തും ചെന്ന് പെട്ടതെന്ന് ആ തിരുവചനമെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പുസ്തകത്തിനകത്ത് പറയുമ്പോഴത്തേനും ജനം ബോധിച്ചതുപോലെ നടന്നു. അവർക്ക് ജാതികളുടെ രാജാക്കന്മാരെ പോലെ ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞു. ദൈവം അതിൻ്റെ എല്ലാം കോൺസിക്വൻസ് അപ്പോഴെല്ലാം പറയുന്നുണ്ട്. നിങ്ങളിങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ സംഭവിക്കും. അതായത് ആസ് മച്ച് ആസ് പോസിബിൾ എത്രത്തോളം കഴിയുമോ അത്രത്തോളം ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയം എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറഞ്ഞു. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു ജനം. അതുകൊണ്ടാണ് എന്ത് പറ്റിയത്? ഓരോ കുഴിക്കകത്ത് ചെന്ന് വിടുവാനായിട്ട് ഇടയായി തീർന്നത്. ഇതെന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവം അനുവദിച്ചു എന്നുള്ള ആ ആറ്റിറ്റ്യൂഡിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പോകുന്നില്ല. അത് നമ്മുടെ ഭാഗത്താണ് കുഴപ്പമെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ദൈവമാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവമാണ് ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ ഇനി തലവത്തനെ ഇരുന്നാലും അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല, അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവം ചെയ്തത് തന്നെയാണ്, അല്ലേ? അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി ശാശ്വതമാണ്. ദൈവം ഒരു കാര്യം ചെയ്താൽ ഇനി എത്ര മല്ലു പിടിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. അത് തന്നെ നമുക്കുള്ളൊരു ആശ്വാസമാണ്. കാരണം ദൈവം നമുക്ക് പ്രതികൂലമല്ല, ദൈവം നമുക്ക് അനുകൂലമാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ വളരെ വിടുതൽ കിട്ടിയൊരു കാര്യം, ദൈവത്തിന് പിശാചിൻ്റെ ആവശ്യമില്ല നമ്മളെ നന്നാക്കിയെടുക്കാൻ. ദൈവത്തിൻ്റെതായിട്ടുള്ള ഉപകരണങ്ങൾ ധാരാളമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവദൂതന്മാർ, അങ്ങനെ അസംഖ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ തന്നെ ഫാക്കൽറ്റീസ് ഉണ്ട്. എന്തിനു വേണ്ടി? നമ്മളെ വിടുവിക്കാൻ, മാനസാന്തരത്തിലേക്ക് കടക്കുവാൻ, ദൈവത്തിൻ്റെ ഇതിലേക്ക് നടത്തുവാൻ. അല്ലാതെ ദൈവം വന്നത് എന്തിനാണെന്ന് ഞാൻ വന്നത് ജീവൻ ഉണ്ടാകുവാനും ജീവൻ സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. അതാണ് വചനം പറയുന്നത്. പിശാച് വന്നതോ? അറുപ്പാൻ, മുടിക്കുവാൻ, നശിപ്പിക്കുവാൻ. അതിനായിട്ടാണ് ആര് വന്നത്? പിശാച് വന്നത് എന്ന് തിരുവചനം പറയുന്നുണ്ട്. അപ്പോൾ അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനും വരുന്ന ആളിൻ്റെ പേരെന്താണ്? ദൈവം എന്നല്ല, പിശാച് എന്നാണ്. ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുള്ള ജീവൻ ഉണ്ടാകുവാനും വന്ന ആരാണ്? ദൈവമാണ് അല്ലേ? ഇനി ഞാൻ ചോദിച്ച ഒരു കാര്യമാണ്, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ, നമ്മൾ ഒരു പക്ഷേ ഇരുന്ന് ചിന്തിക്കും, ഞാൻ മനഃപൂർവ്വമായിട്ട് കുഴിക്കകത്ത് പോയി ചാടാനായിട്ട് പോയി കുഴിയുടെ അകത്ത് ചാടിയില്ലല്ലോ, ഞാൻ പോയിട്ട് അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ഒത്തിരി ഓടിപ്പോയി കുഴിക്കകത്തൊന്നും ചെന്ന് ചാടേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറിയ നിസ്സാരപരമായൊരു കാര്യമാണ് ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് വേഗത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമുണ്ട്, 3 യോഹന്നാൻ 1:2. കഴിഞ്ഞ ആഴ്ച ഞാൻ ആ വാക്യം തന്നെ ആണെന്ന് തോന്നുന്നു ആരംഭിച്ചത്. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ
നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമാണത്. അപ്പോസ്തലനായ യോഹന്നാൻ്റെ പ്രാർത്ഥനയാണ്. 3 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണ് വായിച്ചത്. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ആത്മാവ് ശുഭമായിട്ടാണോ ഇരിക്കുന്നത്? ഞാൻ ദേഹിയുടെ കാര്യമല്ല ചോദിച്ചത്, ദേഹത്തിൻ്റെ കാര്യമല്ല ചോദിച്ചത്, ആത്മാവിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ആത്മാവെന്ന് പറയണത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും കൂടെ ഒന്നു ചേർന്നപ്പോഴാണ് വീണ്ടും ജനനം സംഭവിച്ചത്. വീണ്ടും ജനനത്തിങ്കൽ നമ്മുടെ മനുഷ്യൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും കൂടെ ഒന്നായി ചേർന്നപ്പോൾ ആ ആത്മാവിനകത്ത് വല്ല കുഴപ്പമുണ്ടോ? നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? ആത്മാവ് എപ്പോഴും ശുഭമായിരിക്കുക. അതുകൊണ്ടായിരിക്കുന്നത് പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ എന്നാ, അല്ല ശുഭമായിരിക്കുന്ന നല്ല ക്വസ്റ്റ്യൻ ചോദിച്ചത്. ശുഭമായിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നല്ല, ഒന്നും ചെയ്യാൻ. കർത്താവായ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവ് ശുഭമായി കഴിഞ്ഞു. ശുഭമാകാതിരിക്കുന്ന ഏത് 2 ഘടകങ്ങളാണ്? നമ്മുടെ ദേഹവും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ സോളും ബോഡിയും, അല്ലേ? ഇത് രണ്ടുമാണ് ശുഭമാകാതിരിക്കുന്നത്. അപ്പോൾ ഇത് ശുഭമാകാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിച്ചു. നമ്മുടെ ഇൻപുട്സ് എന്തുവാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട. നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാനിരിക്കുന്നത്. സദൃശ്യവാക്യം 23:7 ആദ്യ ഭാഗത്ത് പറയുന്ന ഒരു വാക്കിൻ്റെ ഒരു ശകലമുണ്ട്. അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. അത് ഒരു കോണ്ടെക്സ്റ്റ് ഡിഫറൻ്റ് ആണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് പാർട്ട് പറയുന്നത് ഫോർ ആസ് ഹി തിങ്കസ് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസ് ഹി. ഒരുവൻ അതിനകത്തുനിന്ന് ഡിറൈവ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്തോ ആണോ ചിന്തിക്കുന്നത് അതാണ് ആ വ്യക്തി, അല്ലേ? അത് ആ ഒരൊറ്റ വാക്യം മാത്രം കൊണ്ടല്ല ഞാനത് പ്രൂവ് ചെയ്യുന്നത്. അതിൻ്റെ സദൃശ്യവാക്യം 4:23, പ്രോവബ്സ് 4:23 അവിടെ പറയുന്നു, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു. ദ ഇഷ്യൂസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നു. അത് എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്നാണ്. അപ്പം അതിനകത്തേക്ക് നമ്മൾ അതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം, അതിൻ്റെ വേറൊരു കണക്ഷനും കൂടെ വായിക്കാം, ഒരു വാക്യം കൂടെ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 6:45. ലൂക്കോസ് 6:45. നേരത്തെ വായിച്ചത് നമ്മൾ സദൃശ്യവാക്യം 4:23 ആയിരുന്നു. ഇപ്പോൾ ലൂക്കോസ് 6:45 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതാണ് എവിടെ കൂടെ വരുന്നത്? വായിൽ കൂടെ വരുന്നത്. എന്നിട്ട് ഇവിടെ പറയുവാണ്, സകല ജാഗ്രതയോടും കൂടെ എന്ത് സൂക്ഷിച്ചു കൊള്ളുക? നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക. കാരണം ജീവന്റെ ഉത്ഭവം അതിൽ നിന്ന്, ലൈഫ് അതിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണ് വായ പ്രസ്താവിക്കുന്നത്. അപ്പൊ ഹൃദയത്തിനകത്ത് നിറഞ്ഞു കവിയുന്നത് എന്താണെന്നുള്ളത് ആര് പരിശോധിക്കണം? നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. കാരണം ആ നിറഞ്ഞു കവിയുന്നതിൽ നിന്നാണ് ലൈഫ് പുറത്തേക്ക് വരുന്നത്, ജീവൻ പുറത്തേക്ക് വരുന്നത്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊരു പാത്രമുണ്ട്. ആ പാത്രത്തിനകത്ത് എന്തുവാണ് നിറച്ചിരിക്കുന്നത്? അതിൽ നിന്ന് വിഷാംശം നിറഞ്ഞതാണെങ്കിൽ അതെടുത്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും. നേരെ മറിച്ച് അതിനകത്ത് നല്ല ജീവനെ പ്രദാനം ചെയ്യുന്ന, നല്ല ഉന്മേഷം പകരുന്ന ഒരു പാനീയമാണെങ്കിലോ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കും, അല്ലേ? അപ്പോൾ ഈ കുടത്തിനകത്ത് എന്തുവാണ്, നമ്മുടെ പാത്രത്തിനകത്ത് എന്തുവാണ് നിറഞ്ഞു കവിയുന്നത്, അതിൽ നിന്നാണ് ഒരു റിസൾട്ട് ഉണ്ടാകുന്നത്. അതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം. അപ്പം നമ്മൾ പരിശോധിക്കേണ്ടതാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു കവിയുന്നത് എന്താണ്, അല്ലേ? ഇനി അടുത്തത് സദൃശ്യവാക്യം 18:21. സദൃശ്യവാക്യം 18:21 പറയുന്നു, ഞാനിപ്പോൾ പറഞ്ഞ ആ ഉദാഹരണം തന്നെ വാക്യത്തിലാണ്: മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. അപ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് എന്തുവാണ് പ്രസ്താവിക്കുന്നത്? വായ പ്രസ്താവിക്കുന്നു. ജീവനും മരണവും എവിടെ ഇരിക്കുന്നു?
നമ്മുടെ നാവിലിരിക്കുന്നു. അതിലിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. അപ്പോൾ ഹൃദയത്തിനകത്ത് നിറഞ്ഞു കവിയുന്നത് ജീവനാണോ മരണമാണോ? അപ്പോൾ ജീവനാണെങ്കിൽ നമ്മുടെ വായിൽ കൂടെ വരുന്നത് എന്തുമായിരിക്കും? ജീവനായിരിക്കും. മരണമാണെങ്കിൽ നമ്മുടെ വായിൽ കൂടെ വരുന്നത് എന്തുമായിരിക്കും? മരണമായിരിക്കും. അതിൻ്റെ ഫലം ആരാ അനുഭവിക്കുന്നത്? നമ്മൾ അനുഭവിക്കും. ഈ വാക്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഞാൻ ഒരൊറ്റ ചോദ്യം നമ്മളോട് ചോദിക്കുവാണ്, ഇതിനകത്തെല്ലാം ഉത്തരവാദിത്വം ആരുടെ പുറത്താണ് കിടക്കുന്നത്? നമ്മുടെ പുറത്ത്. അതായത് നമ്മുടെ വീട്ടിലിരിക്കുന്ന പാത്രത്തിനകത്ത് നമ്മൾ എന്ത് നിറയ്ക്കുന്നു എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെയാണ്, അല്ലേ? അതിനകത്തുനിന്ന് കോരിയെടുത്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെയാണ്. അത് എടുത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് അതിൻ്റെ റിസൾട്ട് എല്ലാം നമ്മുടെയാണ്. അപ്പം ഇവിടെ ദൈവത്തിൻ്റെ റോൾ എന്തുവാണ് അങ്ങനെ ആണെങ്കിൽ? ഞാൻ പറഞ്ഞല്ലോ, റിലീജിയൻ അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് മതം, കേട്ടോ. അതാദ്യം മനസ്സിലായി. അതിൽ നിന്ന് എത്രത്തോളം പുറത്തു വരാമോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമുണ്ടാകും. അപ്പം മതം എന്ത് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, സകലതും ദൈവത്തിൻ്റെ ആയി കൊടുത്തിട്ട് നമ്മൾ എന്തോ ചെയ്യുക? അത് ദൈവത്തിൻ്റെ നമ്മൾ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? ഞാൻ ഇതും കഴിഞ്ഞ ആഴ്ച ദൈവത്തിൻ്റെ ഹിതം പോലെ നടക്കും, ദൈവത്തിൻ്റെ പ്ലാൻ പോലെല്ലാം നടക്കും. ദൈവത്തിൻ്റെ പ്ലാൻ പോലാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് പരിശോധിച്ചേക്കുക. ദൈവത്തിൻ്റെ പ്ലാൻ പോലാണോ നടക്കുന്നത്? ദൈവത്തിന് റിമോട്ട് കൺട്രോൾ ചെയ്ത് നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നമ്മുടെ ലൈഫൊക്കെ എന്ത് സൂപ്പറായിരുന്നേനെ. ദൈവത്തിന് ഇഷ്ടം പോലെ തന്നെ നടന്നേനെ. ഞാൻ അതുകൊണ്ടാണ് ഒരിക്കൽ ഇതിനു മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ ചോദിച്ചത്, നിങ്ങൾ ഫെയ്ത്തിൽ വിശ്വസിക്കുന്നവരാണോ ഫെയ്റ്റിൽ വിശ്വസിക്കുന്നവരാണോ എന്ന് ചോദിച്ചത്. അതായത് ഫെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവരെ എന്നാണ് എൻ്റെ അർത്ഥം. അതായത് നമ്മുടെ കൺട്രോളിലൊന്നും അല്ല. നമ്മളിത് പലപ്പോഴും അറിയാതെ പറയാറുണ്ട്, നമ്മുടെ ഒന്നും കൺട്രോളിലല്ലല്ലോ ഇതൊന്നും, അല്ലേ? ആരെങ്കിലും മരിക്കുമ്പോഴാണ് എനിക്ക് സാറിന് ഇതൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നത്, അല്ലേ? ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ലല്ലോ. പക്ഷെ വചനം പറയുന്നു അങ്ങനെയല്ല. ജീവനും മരണവും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നുവെന്ന്. നമ്മുടെ കൺട്രോളിലാണെന്ന് പറയുന്നു. അപ്പോൾ എവിടെയാണ് കോൺട്രഡിക്ഷൻ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഞാൻ സാറ്റർഡേസിൽ എടുക്കുന്ന ഒരു ക്ലാസ് ബിബ്ലിക്കൽ വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ, അതായത് ദൈവവചനത്തിൽ കൂടെ ഉള്ളൊരു കാഴ്ചപ്പാട്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നില്ലെങ്കിൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാടായിരിക്കും നമ്മളിൽ നിറയുന്നത്. അതിന് ഭക്തിയുടെ ഒരു എന്താ പറയുക, ഒരു പ്രസരവും അതിന് കാണും. അതായത് കർത്താവ് ദൈവത്തിന് വനത്തിൽ പറയുന്നുണ്ട്, ഭക്തിയുടെ വേഷം പൂണ്ട പക്ഷേ എൻ്റെ ശക്തി നഷ്ടപ്പെടുത്തുന്നവരായി. ഭക്തിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, എല്ലാം ഉണ്ട്, ഭയങ്കര അതുമായിട്ട് നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുവാണ്. പക്ഷെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ്? എന്തോ നടക്കുന്നത്? അതിൻ്റെ ശക്തി വ്യാപരിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താ? കാരണം ഈ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമ്മൾ കാഴ്ചകൾ കാണുന്നില്ലെങ്കിൽ, കാര്യങ്ങളെ അവലോകനം ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ പിന്നെ ലോകത്തിൻ്റെ കണ്ണിൽ കൂടെയാണ് കാര്യങ്ങളെ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ അനേക സംഭവങ്ങൾ എവിടുന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചാൽ ഈ മറ്റുള്ള മതങ്ങളിൽ നിന്ന് കടമെടുത്തതാണ്. അതായത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയായിരുന്നു, അതായത് കഴിഞ്ഞ ദിവസം അവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഈ ക്രിസ്മസ് 25-ാം തീയതി തന്നെയാണോ? അതെന്തോ അത് അങ്ങനെ വരാനുള്ള കാരണം? അതിൻ്റെ പുറകിൽ ഒരുപാട് ചരിത്രമുണ്ട്. അത് യഥാർത്ഥ ചരിത്രം ബൈബിൾ ചരിത്രം അല്ല. അതിനെ ഡിബേറ്റ് ചെയ്ത് 25-ാം തീയതി ആണോ, ജാനുവരി 7 ആണോ, അതോ ഏപ്രിലാണോ എന്നുള്ളത് ഇപ്പം പല സമയത്താണ് 3 സമയത്ത് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ അതിലേതാണെന്ന് ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ അതിൽ വലിയൊരു കാര്യമാക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ അത് കടന്നു വന്നതുപോലെ തന്നെ അനേക കാര്യങ്ങൾ ദൈവസഭയ്ക്കകത്തോട്ട് കടന്നു വന്നിട്ടുണ്ട്. ഈ നമ്മളിവിടെ നിന്നുകൊണ്ട് വളരെ ശക്തിയോടുകൂടി മറ്റേ കത്തോലിക്ക മതവിഭാഗങ്ങളെയും അതുപോലുള്ളതായിരിക്കുന്ന ഓർത്തഡോക്സ് വിഭാഗങ്ങളെയും എല്ലാം നമ്മൾ വിരൽ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, അവർക്ക് ഇതുണ്ട്, റാസയുണ്ട്, എന്താ പറയുന്നത്, പെരുന്നാളുണ്ട്, അതുണ്ട്, അമ്മയുണ്ട്, മാതാവുണ്ട്, കുഞ്ഞുണ്ട്, ഇതുണ്ട്, അതുണ്ടെന്നൊക്കെ പറയും. എല്ലാം ശരിയാ, അതൊക്കെ ഉണ്ട്. അതെല്ലാം എവിടുന്ന്? ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് കടമെടുത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് കടമെടുത്തത് അല്ല. ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് കടമെടുത്തതല്ല. അത് അതിനു മുമ്പുണ്ടായിരുന്ന മതങ്ങളിൽ നിന്ന് വന്നതാണ്. നമുക്കതെല്ലാം അറിയാം, അല്ലേ? നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് റോമൻ മതത്തിൽ നിന്നും അതിനു മുമ്പുള്ള ഗ്രീക്ക് മതത്തിൽ നിന്നും ഗ്രീക്ക് ദേവന്മാർ, ഗ്രീക്ക് ദേവതമാർ അവരുടേതായിരിക്കുന്ന ഇതിൽ നിന്നും മോഡിഫിക്കേഷൻസ് വരുത്തി ഈ ദിവസങ്ങളൊക്കെ അങ്ങനെയൊക്കെ വന്നതാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമുക്ക് സട്ടിലായിട്ട് നമുക്ക് അറിയാൻ മേലാത്തൊരു സംഭവമുണ്ട്. നമ്മൾ വിശ്വാസികളെന്ന് പറയുന്ന നമ്മളിലും അനേക തത്വങ്ങളും പ്രമാണങ്ങളും ഉണ്ടല്ലോ. നമ്മൾ ഈ പുറമേ ഉള്ളതിനൊക്കെ ചിലപ്പോൾ കുറേയൊക്കെ വിട്ടു. പക്ഷേ
കാര്യങ്ങൾ കാതലിൻ്റെ അടുക്കലേക്ക് വരുമ്പോഴത്തേനുണ്ടല്ലോ, നമ്മൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പലതും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ അന്യമതങ്ങളിൽ നിന്ന് വന്ന കാഴ്ചപ്പാടുകൾ നമ്മളും കരുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്, ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ലല്ലോ, ദൈവം നിശ്ചയിക്കുന്നു, അതുപോലെ സംഭവിക്കുന്നു, ഇത് വരാതെ പോകാൻ പറ്റത്തില്ലല്ലോ, വരാനുള്ളത് വന്നല്ലേ പറ്റുള്ളൂ, ദൈവം അങ്ങനെ കണക്കൂട്ടി, ദൈവം അങ്ങനെ പ്ലാൻ ചെയ്തു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇതൊന്നും വചനത്തിൻ്റെ അടിസ്ഥാനമേ ഇല്ല ഇതിനാണ്. ഇപ്പം ഈ പറഞ്ഞ വാക്യങ്ങൾ മാത്രമല്ല, അനേക വാക്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഈ ചില വാക്യങ്ങൾ തന്നെ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, ആവർത്തന പുസ്തകം 30:19-20, ആവർത്തന പുസ്തകത്തെ തുടക്കത്തിൽ തന്നെ 30:19 കർത്താവ് പറയുന്നത്, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷിയാക്കുന്നു. അതുകൊണ്ട് നീ നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോടുകൂടെ ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞുകൊള്ളുക, എടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. ആരാ തിരഞ്ഞെടുക്കണ്ടേ? ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഡ്യൂട്രോണമി 30:19-20. അപ്പം ഇവിടെ ദൈവം പറയാ, ജീവനും മരണവും അനുഗ്രഹവും ശാപവും ആരുടെ മുമ്പിൽ വെച്ചിരിക്കുന്നുണ്ട്? നമ്മുടെ മുമ്പിലിരിക്കുവാണ്. അതിനകത്ത് ആര് തെരഞ്ഞെടുക്കണം എന്ന് പറയുന്നു. അപ്പം തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആരുടെ പുറത്താണ് റെസ്പോൺസിബിലിറ്റി? ആൻസറും കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തോളന്നല്ലോ കർത്താവ് ആക്ച്വലി ഉണ്ട്. ഇതുപോലുള്ള ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അതായത് ക്വസ്റ്റ്യനും തന്നു, ആൻസറും തന്നു. കർത്താവ് എന്നിട്ട് പറയുക, കുഞ്ഞെ ഇത് തിരഞ്ഞെടുക്ക. അപ്പം കർത്താവ് തിരഞ്ഞെടുപ്പിക്കുകയല്ല ചെയ്യുന്നത്, നമ്മളോട് പറയുക തിരഞ്ഞെടുക്കാൻ. അപ്പം അതിൻ്റെ ചോയ്സ് ആരുടെ പക്കലാണ്? അധികാരം ആരുടെ കയ്യിലാണ്? അല്ലെങ്കിൽ ഉത്തരവാദിത്തം ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണ്. അപ്പം നമ്മളിത് ദൈവത്തിൻ്റെ ഫെയ്റ്റിന് വിട്ടു എന്ന് പറയുന്നത് ക്രിസ്തീയ മാർഗമല്ല, അത് മതത്തിൻ്റെ മാർഗമാണ്. ദൈവത്തിൻ്റെ മാർഗം എന്ന് വെച്ചാൽ ദൈവം നമുക്ക് തന്നതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് ബൈബിൾ ഉടനീളം നമുക്ക് കാണാനായിട്ട് കാണിക്കും. മോശ ചെങ്കടലിന് മുന്നിൽ വന്ന് നിന്നപ്പം മോശ അവിടെ കിടന്ന് കരയുക, ദൈവം അനങ്ങിയോ? ഇല്ല. ദൈവം പറഞ്ഞു, ഞാനല്ല ചെങ്കടലിനെ വിഭാഗിക്കാൻ പോകുന്നത്, നീ ചെയ്യുക, നിന്റെ കയ്യിലാണ് വടി തന്നിരിക്കുന്നത്, അത് നീ ഉപയോഗിക്കുക. അപ്പം ആലോചന ദൈവത്തിൽ നിന്ന് വരും, അതിനെ പ്രവർത്തിക്കേണ്ടത് നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവം ചെയ്തോളും. അത് ഏറ്റവും വലിയ വഞ്ചനയാണ്. ദൈവം ചെയ്തോളും എന്ന് പറയുന്ന ഇത് നമുക്ക് തോന്നുന്നത് വലിയൊരു ബ്ലാസ്ഫമിയാന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അത് പറയുന്നത്, ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞാണെങ്കിൽ ദൈവം സകലതും കൺട്രോൾ ചെയ്യുന്നു, ദൈവം സകലതും അറിയുന്നു, ദൈവം എല്ലാം ചെയ്തോളും എന്ന് പറയുന്നത് ശുദ്ധ തെറ്റാണ്, ശുദ്ധ മണ്ടത്തരമാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ എന്നെ ആദ്യം കല്ലെറിയും. കാരണം എന്ന് പറയാം, അത് വലിയൊരു ബ്ലാസ്ഫമിയായിട്ടാണ് ആൾക്കാർ കാണുന്നത്. പക്ഷേ തിരുവചനം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് നമ്മളെ. തിരുവചനം മനുഷ്യനെ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ഈ സകല ഭൂചര ജന്തുക്കളുടെ മേലും ഇതിൻ്റെ മേലും എല്ലാം ആര് വാഴാനാ പറഞ്ഞത്? നമ്മൾ വാഴാനാ പറഞ്ഞത്. അത് ദൈവം ആ മൃഗങ്ങൾക്ക് എല്ലാം സൃഷ്ടിച്ചാക്കി കൊടുത്തേച്ച് പറഞ്ഞു, ഇവൻ മൃഗം കൊണ്ടുവന്ന അതിന് നീ പേരിടാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൗ ഇറ്റ് ഈസ് യുവേഴ്സ്. നീ നീയാണ് പറയേണ്ടത്, നീയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. കഴിഞ്ഞ ആഴ്ച കാലം ഡിഫൈൻ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചാൽ എന്ന് വെച്ചാൽ നമ്മളാണ് അതിനെ എന്തുവാണ് എന്ന് ഡിഫൈൻ ചെയ്തു. ദൈവം സകലതും സൃഷ്ടിച്ചു. ആർക്കായി സൃഷ്ടിച്ചു? മനുഷ്യനായിട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി നീ ഇതിനെ കൈകാര്യം ചെയ്യും. ഇവിടെ എന്ത് നടക്കണം എന്ത് നടക്കേണ്ട തീരുമാനിക്കേണ്ടത് നീയാണ്. കാരണം സകലത്തിൻ്റെ മേലും അധികാരം നിനക്കാണുള്ളത്, അതിൻ്റെ മേലും വാഴേണ്ടത് നിനക്കാണ്. പക്ഷെ ഇതിനിടയ്ക്ക് വന്നിട്ട് പിശാച് എന്തോ കാണിച്ചു? വലിയൊരു കളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു, ചുമ്മാതാ, ഇല്ല, ദൈവം ഒന്നും നിനക്ക് തന്നിട്ടില്ല നിനക്ക്. പക്ഷേ ദൈവത്തെ പോലെ ആകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയണത് കേൾക്കാൻ പറഞ്ഞു. അന്ന് തൊട്ട് പിശാച് പറയുന്നത് കേൾക്കാൻ തുടങ്ങി. ഇന്നും പിശാച് പറയുന്നത് നമ്മൾ കേട്ടോണ്ടിരിക്കുവാണ്. എന്തുവാ? വെപ്രാളവാ, തത്രപ്പാടാ, എന്തുവാ? ദൈവത്തെ പോലെ ആകുവാൻ അല്ലേ? പക്ഷേ അല്ലേ, ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ
സൃഷ്ടിച്ചു. ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത് ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഇമേജ് ആൻഡ് ഹിസ് ലൈക്ക്നെസ്, അല്ലേ? പിശാച് വന്ന് പറഞ്ഞെന്നറിയാമോ? ഇഫ് യു ഈറ്റ് ഈ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് നീ കഴിച്ചാൽ നീ ദൈവത്തെ പോലെ ആകും. യു വിൽ ബി ലൈക്ക് ഗോഡ്, അല്ലേ? യു വിൽ ബി ലൈക്ക് ഗോഡ്. ദൈവത്തെ പോലെ ആകും. ദൈവം എങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചേ? ഇൻ ഹിസ് ഇമേജ് ആൻഡ് ഹിസ് ലൈക്ക്നെസ്. അപ്പം എൻ്റെ ലൈക്ക്നെസ്, ഞാനാണ് ആദാം, ഓക്കെ? എന്നെ ദൈവം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും അവൻ്റെ ഇമേജിലും അവൻ്റെ ലൈക്ക്നെസ്സിലും സൃഷ്ടിച്ചു. അപ്പം ഇപ്പം എൻ്റെ ലൈക്ക്നെസ് ആരുടെ പോലെ ഇരിക്കുന്നത്? ഐ ആം ലൈക്ക് ഹും? ഐ ആം ലൈക്ക് ഗോഡ്. എൻ്റെ അടുത്ത് വന്നിട്ട് പിശാച് പറയുവാണ്, നിനക്ക് ദൈവത്തെ പോലെ ആകണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ബി ലൈക്ക് ഗോഡ്, യു ലിസൺ ടു മീ. ആദാം പൊട്ടനായിപ്പോയി. എന്നാ ചെയ്തു? ആരേലുമായിട്ട് രണ്ടുപേരും രണ്ടുപേരും തിന്നല്ലേ? ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടായിട്ടാണ് ഇതല്ല അതല്ല ഇപ്പം പറഞ്ഞിട്ട് കാര്യമുണ്ട്. രണ്ടുപേരും കഴിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്നറിയാമോ? പക്ഷെങ്കിൽ വഞ്ചനയാണ്, അല്ലേ? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെയാണ് എഴുതിയിരിക്കണേ, അല്ലേ? ഉപായം, വഞ്ചന. എന്തുവായിരുന്നു ഉപായവും വഞ്ചന? ദൈവം സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ സ്വരൂപത്തിലാക്കിയവൻ്റെ അടുത്ത് പോയിട്ട് മുഖത്ത് നോക്കി കള്ളം പറഞ്ഞു, നീ അതുപോലെ അല്ല എന്ന്, അല്ലേ? എന്നിട്ട് അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ മനുഷ്യൻ്റെ തത്രപ്പാട്. എന്താണെന്നറിയാമോ? ദൈവത്തെ പോലാകാനുള്ള ഓട്ടം അന്ന് തുടങ്ങിയതാണ്. പക്ഷേ ഉണ്ടല്ലോ, ദൈവത്തെ പോലല്ലാതെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ, ദൈവത്തെ പോലല്ലാതെ സൃഷ്ടിക്കപ്പെട്ട ഒന്നിന് ഒരിക്കലും ദൈവത്തെ പോലാകാൻ പറ്റില്ല. ദൈവത്തെ പോലാകണമെങ്കിൽ സൃഷ്ടിയിൽ തന്നെ ദൈവത്തെ പോലെ സൃഷ്ടിക്കപ്പെടണം. ഒരിക്കലും വേറൊരു സൃഷ്ടിക്ക് ദൈവമാകാൻ കഴിയുകയില്ല. അതാണ് ലൂസിഫറിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. കാരണം ലൂസിഫർ ദൈവമല്ല, ദൈവത്തെ പോലല്ല, ദൈവത്തിൻ്റെ ഒരു ദൂതൻ മാത്രമാണ്. അവൻ ദൈവത്തെ പോലെ ആകാൻ ട്രൈ ചെയ്തതാണ് അവൻ്റെ വീഴ്ചയ്ക്ക് കാരണം. മനുഷ്യൻ ദൈവത്തെ പോലെ അല്ല സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ഒരു കാലത്തും മനുഷ്യന് ദൈവത്തെ പോലെ ആകാൻ കഴിയുകയില്ല. നമുക്ക് ദൈവത്തെ പോലെ ഉള്ള ഒരു ഇതാ വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സൃഷ്ടിക്കപ്പെടണം. പുതിയ നിയമത്തിൽ നമ്മുടെ ഗ്ലോറിയും പോയി, വീഴ്ചയും സംഭവിച്ചു. ഇപ്പം നമ്മുടെ കൺട്രോളിലൊന്നുമല്ല, എല്ലാം പിശാചിൻ്റെ കൺട്രോളിൽ. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ പിശാച് എന്ന് പറഞ്ഞാൽ സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നുവെന്നും ഇത് മുഴുവൻ എങ്കൽ ലഭിക്കപ്പെട്ടിരിക്കുന്നുവെന്നും നിനക്കിഷ്ടമുള്ള ഞാൻ തരാമെന്നും ഒക്കെ പിശാച് പറഞ്ഞില്ലേ? അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ കൺട്രോളിലായിപ്പോയി മൊത്തം. പക്ഷെ കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? വീണ്ടും നമ്മളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. ആദ്യത്തെ ജനനം ഫ്ലോപ്പായില്ലേ, നമുക്കൊന്നുകൂടെ ജനിക്കാം. കാരണം എന്നാ, ഇത് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ജനിച്ചേ പറ്റൂ, അല്ലാതെ ഇതിനെ റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതല്ലാത്ത ഒന്നിനെ ഇതാക്കി മാറ്റാൻ കഴിയുകയില്ല. ഇപ്പം ദൈവത്തിൻ്റെ സ്വരൂപം നഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ സാദൃശ്യം നഷ്ടപ്പെട്ടു, മനുഷ്യൻ വെറും സാധാരണ മനുഷ്യനായി തീർന്നു. ആത്മാവിൻ്റെ കണക്ഷൻ പോയി, ബന്ധവും ഇല്ലാതായി, ദൈവത്തിൽ നിന്നുള്ള ലൈഫ് ഇല്ലാതായി. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു എന്ന് വെച്ച് പറഞ്ഞു, ലെറ്റ് us do it again. ഒന്നുകൂടെ ജനിക്കാം. അതിന് പറയുന്ന പേരാണ് വീണ്ടും ജനനം. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ദൈവാനുരൂപമായി, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടവർ, അതാണ് വീണ്ടുമുള്ള സൃഷ്ടി. അപ്പോൾ വീണ്ടും ജനിച്ച നമുക്ക് തന്നത് എന്തുവാണ്? അന്ന് ആദാമിന് കൊടുത്ത അതേ അതോറിറ്റിയാണ് തന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇതിനകത്തൊക്കെ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ ജീവനും മരണത്തിൻ്റെയും അധികാരം ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണ്. അതായത് നമ്മുടെ ലൈഫിൽ നടക്കേണ്ടത് നമ്മൾ പറയുന്നതാണ്. ഞാനത് പറയുന്നത് കേൾക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഹിപ്പോക്രസി പോലെ തോന്നും. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ജീവനുമായിട്ട് കണക്ട് ചെയ്തായത്, അതായത് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്ന ദൈവമാണ്. അതായത് കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണ് ഭൂമിയിൽ ജീവിച്ചത്? ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് അതിൻ പ്രകാരം ജീവിച്ചു. അതുപോലെ തന്നെ നമ്മളും ദൈവത്തിൻ്റെ ജീവനുമായിട്ട് ഇപ്പോൾ കണക്റ്റഡാണ്. നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് കണക്റ്റഡാണ്. ആ കണക്ഷനിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, അതുകൊണ്ടാണ് പത്രോസ് യോഹന്നാനും എഴുന്നേക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? മുടന്തൻ എഴുന്നേറ്റത്. അത് കഴിഞ്ഞിട്ട് പത്രോസ് പറയുന്നത്, നോ, ഞങ്ങളെ എന്തിനു നോക്കണം, ഞങ്ങൾ ആരിൽ വിശ്വസിക്കുന്നോ അവനിലൂടെയാണ് ഇത് നടന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഒരു വെസലായിട്ട്, അതാണ് കർത്താവ് യേശുക്രിസ്തു. എബ്രായ ലേഖനത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാ
ഒരു ശരീരം എനിക്ക് ഒരുക്കിയിരിക്കുന്നു, ഇതാ പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ഇതാ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അപ്പോൾ ഒരു ശരീരം ഒരുക്കപ്പെട്ട, ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ശരീരം, എന്തുവാ? പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നതിനെ അതുപോലെ നിവൃത്തിയാക്കുവാനായിട്ടുള്ള ഒരു ശരീരം. അതായിരുന്നു കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഹിതം അതുപോലെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ ഹിതം അതുപോലെ ഒരു ശരീരത്തിൽ കൂടി പുറത്തേക്ക് വെളിപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അത് നമുക്ക് മാതൃകയാണ്. എന്തിന്? ഇതാ ഒരു ശരീരം ഒരുക്കപ്പെട്ടിരിക്കുന്നു. നമ്മളൊക്കെ ഓരോ ബോഡീസാണ്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ചാനലായി, ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി. അപ്പോൾ ഇത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുവാണെങ്കിലുണ്ടല്ലോ നമ്മളിൽ കൂടെ. അതുകൊണ്ടാണ് ദൈവ ഇഷ്ടപ്രകാരം നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് ദൈവം കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള പ്രാഗൽഭ്യമാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചതൊക്കെയും ലഭിച്ചു എന്ന്. അപ്പോൾ ഇവിടെ സോഴ്സ് എവിടെയാണ്? എപ്പോഴും സ്വർഗത്തിലെ ദൈവം. ആലോചന ദൈവത്തിൽ നിന്ന് വരുന്നു. പിന്നെ ഞാൻ ഇതിനകത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് അത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന, നല്ലൊരു ശതമാനം ആൾക്കാരും വിശ്വസിക്കുന്നു ദൈവത്തിന്. ഇതിനകത്തുള്ള ഒരു വലിയൊരു പ്രോബ്ലം കൂടെ ഞാനൊന്ന് അഡ്രസ്സ് ചെയ്തിട്ട് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതിനകത്ത് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ മാറിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളതിനെ നമ്മളെന്തോ ചെയ്യും? ലിമിറ്റ് ചെയ്യും. നമ്മുടെ ദൈവം എങ്ങനെയുള്ളവനെന്ന് അറിഞ്ഞില്ലെങ്കിൽ. വചനത്തിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പിതാവിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലെ, നമ്മൾ ഇന്ന് കേട്ടു, ഈ ഭൂമിയിലെ അപ്പന്മാര്, അമ്മമാര് നല്ല കാര്യങ്ങൾ തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയധികം സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുക. അതായത് ഉണ്ടല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കണം, ഇവരെന്നാ ചോദിക്കാത്തേ? അപ്പം എന്താ ചോദിക്കാത്തേ? കാരണം ഈ മതഭ്രാന്തന്മാരും മതവും എല്ലാം കൂടെ നമ്മളെ എന്തോ പഠിപ്പിച്ചു വെച്ചു. ഈ ദൈവം വളരെ ക്രൂരനായ ദൈവമാണ്, അല്ലെങ്കിൽ ദൈവം ഭയങ്കര സ്ട്രിക്റ്റ് ദൈവമാണ്. സ്ട്രിക്റ്റൊക്കെയാണ്, പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേലുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഓർമ്മയുണ്ടോ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരി സന്തോഷിക്കാൻ പറ്റുമോ? വീട്ടിലെങ്ങാണ് വരുന്ന ഒത്തിരി സന്തോഷിച്ചാൽ എന്താ സംഭവിക്കും? പറയും ഉടനെ കരയും. അതുകൊണ്ട് സന്തോഷിക്കല്ലെന്നാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷിക്കാൻ നമുക്ക് പേടിയാ. നമുക്ക് റിയലി സന്തോഷിക്കാൻ പേടിയാ. ഇവിടുത്തെ പിള്ളേരാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ എനിവേ ഒന്നും പറയാറില്ല അധികം, അല്ലേ? ഇവിടുത്തെ പിള്ളേർക്ക് അങ്ങനെ പേടിയേ ഇല്ല. നമ്മൾ ആ പേടിയിലാണ് ജീവിച്ചു വളർന്നത്. നമ്മുടെ കാര്യമില്ല, മനുഷ്യർ, സാറിന് ആൾക്കാരല്ലേ, നോർമലായിട്ടുള്ള ആൾക്കാർ. അതായത് ഭയമായിരുന്നു നമ്മുടെ, അല്ലേ? അത് കൊച്ചു പിള്ളേർ ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ അവരോട് വന്നാൽ പറയാൻ പറയുമോ, എന്താ മാക്കാൻ വന്ന് പിടിച്ചുകൊണ്ട് വന്നു, അതാണ്ടൊക്കെ പറയത്തില്ലായിരുന്നു. അപ്പം ആഹാരം കഴിക്കാനുള്ള മോട്ടിവേഷൻ എന്തുവായിരുന്നു? മാക്കാൻ വന്ന് പിടിച്ചാലോ എന്തോന്ന് പോലും എനിക്കറിയാൻ മേലെ ഈ മാക്കാന്ന സാധനം, അല്ലേ? ഇങ്ങനെ കുറേ സാധനങ്ങളുടെ പേര് പറഞ്ഞാണ് നമ്മളെ പേടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയുണ്ടല്ലോ, ഇത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്ത് നമ്മളെ ശീലിപ്പിച്ച കാര്യങ്ങളില്ല. എന്തു പറഞ്ഞാലും പേടിയായിരുന്നു, ഭയമായിരുന്നു നമ്മുടെ മോട്ടിവേഷൻ. നമ്മൾ ജീവിച്ച അങ്ങനെയാണ്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെയാണ്. നമ്മൾ ചർച്ചുകളിലും ആരാധനാലയങ്ങളിലും നമ്മൾ ജീവിതകാലം മുഴുവൻ കേട്ടിട്ടുള്ള ഇത് തന്നെയാണ്: ദൈവത്തോട് കളിക്കരുത്. ദൈവത്തിന് ഷോർട്ട് ഫ്യൂസ് ആണോ? ദൈവത്തോട് കളിച്ചു കഴിഞ്ഞാൽ ഉടനെ ദൈവം അടിച്ചു പൊട്ടിക്കാൻ നമ്മളെപ്പോലെ അല്ല ദൈവം. ദൈവത്തിൻ്റെ ഹൃദയം നമ്മളെക്കാട്ടി വലുതാണ്. കർത്താവ് യേശുവിനെ തുപ്പുകയും ആട്ടുകയും അതും ഇതും ഒക്കെ ചെയ്യുകയും ചെയ്തവരുടെ മുമ്പിൽ കർത്താവ് പറഞ്ഞതെന്നറിയാമോ? ഇവർ ചെയ്യുന്ന എന്തെന്നറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ, അല്ലാതെ അവരുടെ പുറത്ത് ഇടുത്തി വീഴണമെന്നല്ല പറഞ്ഞത്, അല്ലേ? അപ്പം നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പറഞ്ഞു. പിതാവായ ദൈവത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തി തരുമായിരുന്നു കർത്താവ് ചെയ്തത്. പിതാവ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. പിതാവ് എന്തുവാണ് ആ സ്വഭാവം തന്നെയാണ് എൻ്റെ, ഇത് തന്നെയാണ് കണ്ടോ എന്നാ കർത്താവ് പറഞ്ഞത്. അപ്പം കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ നമുക്ക് വെളിപ്പെടുത്തി തന്ന ആ സ്നേഹത്തെ ഗ്രഹിക്കാത്രത്തോളം കാലം നമ്മുടെ ഫിലോസഫി പഴയതാണ്. എല്ലാം ഭയത്തിന് അടിമകളായിട്ട് ജീവിക്കുക. അപ്പം ഞാൻ പറയുന്നറിയാമോ, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുമ്പം നമ്മൾ ദൈവത്തിനെക്കുറിച്ചുള്ള ബോധ്യവും കൂടെ നമുക്കുണ്ടായിരിക്കണം. അതില്ലെങ്കിലുണ്ടല്ലോ നമ്മൾ റോങ് ദൈവത്തിൻ്റെ അടുക്കലായിരിക്കും. സാറിന് എപ്പോഴും പറയാറുണ്ട്, 33 കോടി ദൈവങ്ങൾ നമുക്കുമുണ്ട്, എല്ലാത്തിൻ്റെയും പേര് യേശു എന്ന് തന്നെയാണ്. കാരണം നമുക്ക് ബോധിച്ചതുപോലെ ഒരു സ്വരൂപമുണ്ട് നമ്മുടെ ഉള്ളിൽ, അല്ലേ? അതായത് ഇപ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരുന്നതായിട്ടുള്ള സമയത്ത് അവർ
സ്വർണ്ണമെല്ലാം കൂടെ എടുത്തിട്ട്, ആഭരണങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് തീക്കകത്തിട്ട് അടിച്ചുണ്ടാക്കിയ സമയത്ത് എന്തോ ഉണ്ടായി വന്നത്? കാളക്കുട്ടിയാണ്. അവർ വിളിച്ചുകൊണ്ടിരുന്നത് ഏത് ദൈവത്തെയാണ്? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് യഹോവയായ ദൈവം ഞങ്ങൾക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു, അവനെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക, ഞങ്ങൾ എങ്ങോട്ട് പോവാം? കനാൻ ദേശത്തേക്ക് പോവാം. ആര് പറഞ്ഞു? യഹോവയായ ദൈവം പറഞ്ഞു. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരിക. പക്ഷെ മനസ്സിനകത്തുണ്ടായിരുന്ന ദൈവം ഏതാ? കാളക്കുട്ടിയാണ്. ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ വന്നപ്പോൾ റിവീൽ ആയത് എന്തുവാണ്? കാളക്കുട്ടി. കാരണം അവർക്ക് ബോധിച്ചതുപോലെ അവരുണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പേര് യഹോവയായ ദൈവം, പക്ഷേ രൂപം കാളക്കുട്ടിയുടേത് അല്ലേ എന്ന് പറഞ്ഞതുപോലെ യേശു എന്ന് പറയുന്നത് വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്ന അതാണോ നമ്മുടെ യേശു? അതോ ഏതോ ഒരു യേശുവിനെ? കാരണം അപ്പോസ്തലനെ പോലെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ. അപ്പം അങ്ങനെയാണെങ്കിൽ മറ്റൊരു യേശു ഉണ്ടോ? ഉണ്ട്. ദൈവവചനത്തിൻ്റെ, കാരണം ദൈവത്തിൻ്റെ വചനം ജഡമായി തീർന്ന യേശുവുണ്ട്. പിന്നെ നമ്മുടെ മനോവികാരങ്ങൾക്കൊത്തവണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്ത യേശുവുണ്ട്. അതിൽ ഏത് യേശുവാണ് നമ്മൾ ഗ്രഹിച്ചത്? ആ സത്യമാണ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവനും മതത്തിന് അടിമകളായിട്ട് തീരും. മതമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് വെറുതെ കാറൽ മാർക്സ് പറഞ്ഞു. കാറൽ മാർക്സിനെ എനിക്കിഷ്ടമല്ല, അദ്ദേഹത്തിൻ്റെ തത്വങ്ങളെ എനിക്കിഷ്ടമല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, മതങ്ങൾ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. തമ്മിൽ മനുഷ്യരെ കാണാൻ കഴിയാതെ വണ്ണം അകറ്റുന്നതാണ്. ദൈവം, അതായത് കർത്താവ് യേശുക്രിസ്തു വ്യക്തതയോടുകൂടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ശബത്ത് മനുഷ്യനായിട്ടുണ്ടാക്കിയതാ, അല്ലാതെ മനുഷ്യനെ ശബത്തിനായിട്ടുണ്ടാക്കിയതല്ല. ഇപ്പം എന്താ അറിയാമോ? മതത്തിൻ്റെ അടിമകളാക്കി തീർത്ത് അതിൻ്റെ മതിൽക്കെട്ടിനകത്ത് ഒതുക്കിക്കൂട്ടി ഒരു വീർപ്പ് മുട്ടിച്ച് ദൈവത്തെക്കുറിച്ചുള്ള പേടിയും ഉണ്ടാക്കിയിട്ട് നമ്മളെ ദിനംതോറും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായി മതം മാറി. എല്ലാവർക്കും പേടിയാണ്. സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ള പേടി, നരകത്തിൽ പോയി തീ വീഴുമോ എന്നുള്ള പേടി. ഈ പേടിയും വെച്ചുകൊണ്ട് വേണം എന്തോ ചെയ്യാൻ? സന്തോഷ വർത്തമാനം പറയാൻ. അകത്ത് യാതൊരു സന്തോഷമില്ല, കാരണം ഭയത്തിന് അടിമയാണ്. കാരണം എന്നാണെന്നറിയാമോ? ഇന്ന് ചത്തുപോയാൽ ഞാൻ സ്വർഗത്തിൽ എത്തുമോ ഇല്ലയോ, അതിനെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല, ഒരു ധൈര്യവുമില്ല. ഈ ധൈര്യമില്ലായ്മയും വെച്ചോണ്ട് പോയിട്ട് എന്തോ പറയണം? സദ്വർത്തമാനം, സുവിശേഷം പറയണം, നല്ല വർത്താനം പറയണം. എൻ്റെ അകത്ത് നല്ല വർത്തമാനം ഇല്ല, പിന്നെ ഞാനെങ്ങനെ ഈ നല്ല വർത്താനം പറയുന്നേ? ഇല്ല, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, കർത്താവ് യേശുവിൻ്റെ നാമം മാത്രം. ആ നാമമാണ് നമ്മുടെ വിടുതലിനൊരു കാരണം, അല്ലാതെ വേറൊന്നുമല്ല. കർത്താവ് യേശു പറഞ്ഞു, നിന്റെ പാപങ്ങളെ ഇനി അവൻ ഓർക്കുകയില്ല. അവൻ അതിൻ്റെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എബി നല്ലവനായതുകൊണ്ടല്ല, യേശു നല്ലവനായതുകൊണ്ടാണ്. ഞാൻ സ്വർഗത്തിൽ പോകുന്നത് എബി എന്ന് പറഞ്ഞ വ്യക്തി നല്ലവനായതുകൊണ്ടല്ല, യേശു നല്ലവനായതുകൊണ്ടാണ്. അവനിൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ടാണ്, അവൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ടാണ്. ജഡരക്തങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഞാൻ ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്നതിൻ്റെ അർത്ഥം, ആ ജഡത്തിലുള്ളവൻ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിന് അത് മനസ്സിലായത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പറഞ്ഞത്. കാരണം ഈ ഞാൻ എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം, ശരിയാ, ഞാനുള്ളിടത്തോളം കാലം സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല. അപ്പോൾ എന്തിനാ ഈ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത്? യാതൊരു കാശിനും കൊള്ളാത്ത, അതിനെടുത്ത് മാറ്റിക്കളഞ്ഞിട്ട് അതിനെക്കാട്ടും ശ്രേഷ്ഠമായി ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുവീൻ എന്ന് തിരുവചനം പറയുന്നു അല്ലേ? അതാണ് നമ്മൾ പണ്ട് പാട്ട് പാടുന്നത്, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ, എനിക്കല്ല ക്രിസ്തുവിനത്രേ എന്ന് പറയുന്ന ഒരു പാട്ടാണ്. എന്ന് പറഞ്ഞതുപോലെ ഉണ്ടല്ലോ, അവിടുത്തെ കഴിഞ്ഞോ അറിയാം ഇല്ലെന്നോ? ഓക്കെ എന്നാൽ പിന്നെ ഇതും കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്ന് പറയാം, നമ്മുടെ നാവിൻ്റെ തുമ്പിലാണ് ദൈവം അധികാരം തന്നിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വചനം അല്ലാത്തത് നമ്മുടെ നാവിൽ കൂടെ വന്നാൽ അത് മരണമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രമേ ജീവനുള്ളൂ. അപ്പം ഈ നമ്മുടെ ഹൃദയമാകുന്ന കലവറ മുഴുവനും ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കണം. ഞാൻ പറഞ്ഞ മതം കൊണ്ടല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കണം. ദൈവത്തിൻ്റെ വചനം ജീവിക്കുവാൻ യോഗ്യമായ വചനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും പ്രദാനം ചെയ്യുന്ന വചനമാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും എങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായി ജീവിക്കാമെന്നുള്ളതിനുള്ള വഴികളും മാർഗങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അത് ചർച്ചിലേക്ക് മാത്രമല്ല, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട്, നമ്മൾ മറ്റുള്ളവരോട്,
ഒരു കടയിൽ പോകുമ്പം, വാഹനം ഓടിക്കുമ്പോൾ, ഇതെല്ലാം എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെല്ലാം ഇൻട്രാക്ട് ചെയ്യുന്നത് എന്തുവാണ്? ഈ ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുക എന്നുള്ളതാണ്. എന്തിനാ? ദൈവത്തെ പേടിച്ചിട്ടല്ല, എൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ പൈസ ഇടുന്ന ആൾക്കാരുടെ അടുത്തുണ്ടല്ലോ, ഒരാൾ ഒന്നിച്ച് പറയാം, ഈ സ്റ്റോക്ക് നല്ലപോലെ സോറ് ചെയ്യും, റൈസ് ചെയ്യും, ഇതിനകത്ത് പൈസ ഇട്ടാൽ മതി എന്ന് പറയുന്നത് നല്ല ഉപദേശമാണോ തെറ്റായ ഉപദേശമാണോ? അത് നല്ലതാണെങ്കിൽ, നല്ല സ്റ്റോക്ക് ആണെങ്കിൽ അതിനകത്ത് ഇത് കഠിന ഉപദേശം, ഇത് എനിക്ക് അനുസരിക്കാൻ പറ്റത്തില്ല എന്നാരെങ്കിലും പറയുമോ? ഇല്ല. കാരണം നമുക്ക് ഉപകാരമുള്ള ഒരു ഉപദേശമാണെങ്കിൽ നമുക്ക് എടുക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഇല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ നിമിത്തം ദൈവം പറഞ്ഞതിനെ നമുക്ക് ഉപകാരമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് കഠിനമായിട്ട് തീരുന്നത്. ഇവിടെ പറയുന്നു, ദൈവം നമ്മളെ സ്നേഹിച്ചിട്ടാണ് ഈ ദൈവത്തിൻ്റെ വചനം തന്നത്. മുടിയനായ പുത്രൻ്റെ അപ്പൻ പിതാവായ ദൈവത്തിനെ വെളിപ്പെടുത്തി തരുന്ന സത്യമാണ്. നമ്മുടെ ദൈവം എങ്ങനെയുള്ളവനാണെന്നുള്ളത് വെളിപ്പെടുത്തി തരാൻ വേണ്ടി എഴുതിയ ഒരു ഭാഗമാണ് മുടിയനായ പുത്രൻ്റെ കഥ. അല്ല, മുടിയനായ പുത്രൻ്റെ ചരിത്രം എഴുതിയതല്ല, അത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണത്, ഒരു കഥയാത്, അല്ലേ? അതിനകത്ത് മുഖ്യ കഥാപാത്രം മുടിയനായ പുത്രനല്ല, നമ്മളെ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ മുഖ്യ കഥാപാത്രം പിതാവായ ദൈവമാണ്. മുഖ്യ കഥാപാത്രം പിതാവായ ദൈവമാണ്. അതായത് കാത്തിരിക്കുന്ന ദൈവം, തൻ്റെ മകൻ മടങ്ങി വരുന്നത് നോക്കി കാത്തിരിക്കുന്ന ദൈവം, ആ ദൈവമാണ്, അല്ലേ? പക്ഷെ നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തുവാ? എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ തീ മേളിൽ നിന്ന് വരുന്നത് എപ്പോഴാന്ന് കാത്തിരിക്കുക. പക്ഷെ അതാണോ ഇവിടെ കാണുന്നത്? അല്ല. കുഞ്ഞെ, മടങ്ങി വാ, ഞാൻ നിന്നെ തിരിച്ച് റീസ്റ്റോർ ചെയ്യാം, യഥാസ്ഥാനപ്പെടുത്താം എന്ന് പറയുന്ന ദൈവത്തെ, ആ ദൈവത്തെ മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിന് ഇടം കൊടുക്കുകയല്ല നമ്മൾ. ആമേൻ. ഞാൻ ഇനി ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്, ഞാൻ അധികം സമയം എടുക്കുന്നില്ല. എബ്രായ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം നമ്മൾ വായിച്ചു നോക്കി അറിയാൻ പറ്റും. സ്ഥൂലമായതും തീ കത്തുന്നതും ഈ മലയോട് ആരും അടുക്കരുത് എന്ന് പറഞ്ഞ് മലയോട് അടുക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നും പറഞ്ഞായിരിക്കുന്ന ആ പഴയ നിയമത്തിൻ്റെ പ്രമാണം അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. പക്ഷേ നിങ്ങൾ അതിൻ്റെ അടുക്കലേക്കല്ല വന്നിരിക്കുന്നത്. ഹാബേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, പുതിയ നിയമ സിയോനിലേക്ക് അത്രയും നിങ്ങൾ വന്നിരിക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ട് അപ്രോച്ചാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ദൈവം പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കണ്ട, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരിടവും. ഇവിടെ ഹാബേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരമായി നമ്മളോട് സംസാരിക്കുന്ന ഒരു യേശുവിൻ്റെ രക്തവും. ഇതിലേതിൻ്റെ അടുക്കലേക്കാണ് നമ്മൾ വരുന്നത്? നമ്മൾ പുതിയ നിയമ വക്താക്കളാണ്, പുതിയ നിയമത്തിൻ്റെ വിശ്വാസികളാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന തിരുവചനം പറയുന്നത്. ആത്മാവിൻ്റെ വക്താക്കളാണ്, സ്നേഹത്തിൽ സത്യം സംസാരിക്കേണ്ടവരാണ് നമ്മൾ. അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ ആർത്തിയോടെ ഭക്ഷിക്കാം, നമ്മുടെ ഹൃദയത്തിൻ്റെ കലവറയ്ക്കകത്ത് നിറയ്ക്കാം. എന്നിട്ട് ആ നിറഞ്ഞ് കവിയുന്നത് വായ് പ്രസ്താവിക്കുമ്പോൾ അപ്രകാരം സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. അതിനായിട്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.